നമസ്കാരം. ഇ.ടി. മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിലെ മികച്ചൊരു ട്രേഡിംഗ് വീക്കാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും നേട്ടം നിലനിർത്തുമെന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. അക്കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വിദേശ നിക്ഷേപകരുടെ ഒരു മടങ്ങിവരവുണ്ട്. ഇന്ത്യ US വ്യാപാര കരാർ ഒരു ഇടക്കാല കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മികച്ച ബാങ്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് മുൻപിലുള്ള ആഴ്ചയും ഒരു സംഭവബഹുലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദമായി നോക്കാം. അപ്പം ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ വിപണിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും 2021 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്ലി ഗെയിനാണ്. അതായത് വീക്ക്ലി ബേസിലുള്ള ഏറ്റവും വലിയ നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലാർജ് ക്യാപ്, അതായത് BSE ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, BSE സ്മോൾ ക്യാപ് ഇൻഡീസുകളെല്ലാം 4% മേലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ആഴ്ചക്കണക്കിൽ നോക്കുകയാണെങ്കിൽ BSE സെൻസെക്സ് 3964 പോയിൻ്റ് അല്ലെങ്കിൽ 4.5%, 78,553 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ആകട്ടെ 1023 പോയിൻ്റ് നേട്ടം, 4.48% ആഴ്ചക്കണക്കിൽ നോക്കുകയാണെങ്കിൽ. അങ്ങനെ 23,958 ക്ലോസ് ചെയ്തത്. എല്ലാ സെക്ടറൽ ഇൻഡീസസുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡീസസുമാണ് ഏറ്റവും കൂടുതൽ നേട്ടം സെക്ടറൽ ഇൻഡീസസിൽ രേഖപ്പെടുത്തിയത്. 7%-ഓളമുള്ള നേട്ടം രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 6.4%, ഓൾ ടൈം ഹൈഡ് തൊട്ടടുത്തുള്ള രീതിയിലാണ് ക്ലോസ് ചെയ്തത്. അതായത് വ്യാഴാഴ്ച ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും തൊട്ടടുത്ത് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ നിഫ്റ്റി PSE ബാങ്ക് ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ 5.6% നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി മീഡിയ 5%, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നിഫ്റ്റി ഓട്ടോ സെക്ടറൽ ഇൻഡീസസുകൾ 4% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും പിന്തുണച്ച ഘടകങ്ങൾ നോക്കുമ്പോൾ FISൻ്റെ ഒരു മടങ്ങിയറിവുണ്ട്. എബോവ് നോർമലായിട്ടുള്ള ഒരു മൺസൂൺ കിട്ടുമെന്ന്, അതായത് ശരാശരിയിൽ ഉയർന്നൊരു മൺസൂൺ കിട്ടുമെന്നുള്ള ഫോർകാസ്റ്റുകൾ വന്നിട്ടുള്ളത് പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. US ഇന്ത്യ ട്രേഡ് നെഗോസിയേഷൻ വളരെ അത് പോസിറ്റീവായിട്ട് പുരോഗമിക്കുന്ന മാർക്കറ്റിന് ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പുഷ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് FISൻ്റെ DSൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ തുടർച്ചയായ 2 ആഴ്ച കാലം ഒരു നെറ്റ് സെല്ലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ച നെറ്റ് ബയേഴ്സിലായിട്ട് അല്ലെങ്കിൽ ബയർ റോളിലിട്ട് മാറിയിട്ട് നമുക്ക് കാണാൻ കഴിയും. 3 ദിവസം മാത്രമുണ്ടായിരുന്ന ആ ഒരു ട്രേഡിംഗ് വീക്കിൽ 14,670 കോടി രൂപയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. അതേസമയം മാർക്കറ്റിൻ്റെ എല്ലാ ആപത്ഘട്ടങ്ങളിലും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ ഈ ഒരു നേട്ടത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ശ്രമിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. 6,471 കോടി രൂപയുടെ ഒരു സെല്ലിംഗ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് ഈ വരുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പുതിയ വ്യാപാരാഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ നിരവധിയാണ്. ഇതിൽ ഏറ്റവും ഒന്നാമത്തെ ഘടകം തന്നെ മാർക്കറ്റിനെ നിയർ ടൈമായിട്ട് ആ ഒരു വളരെയധികം അനിശ്ചിതാവസ്ഥയിൽ നിന്നിരുന്ന ഏപ്രിൽ തുടക്കത്തിൽ നിന്നും ഒരു റിലേറ്റീവ്ലി ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു, പ്രത്യേകിച്ച് എമർജിംഗ് മാർക്കറ്റ്സിലെല്ലാം ഒരു ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്ന മാർക്കറ്റായിട്ട് ഇന്ത്യയെ മാറ്റിയതിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം US ഇന്ത്യ ഒരു ബയലാട്രൽ ട്രേഡിംഗ് ഒരു നെഗോസിയേഷൻ നടക്കുന്നതിനാണ് ഇന്ത്യയും US തമ്മിൽ വ്യാപാര കരാറിന് വേണ്ടിയിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ട് നീങ്ങി തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പം US ഡെലിഗേഷനൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്ത തീരുമാനങ്ങൾ 19 ക്ലോസ് ടേംസ് ഓഫ് റെഫറൻസുകളിൽ ഒരു ഫൈനലൈസേഷൻ എത്തിയിട്ടുണ്ട്. ഇനി തർക്കം തീരാനുള്ള ഭാഗങ്ങളോട് ചർച്ച ചെയ്ത് പരിഹരിക്കാനും വിജയകരമായി പൂർത്തിയാക്കാനും വേണ്ടിയിട്ട് ഇന്ത്യൻ ഡെലിഗേഷൻ, ഇന്ത്യ എന്നുള്ള നയതന്ത്ര പ്രതിനിധി സംഘങ്ങൾ വാഷിങ്ടൺ സന്ദർശിക്കുന്നുണ്ട്. ഏപ്രിൽ 23 മുതൽ ആ ഒരു ഇത് നടക്കുകയാണ്, ടോക്സ്. അതായത് ഇന്ത്യയും US തമ്മിലുള്ള ചർച്ച അമേരിക്കയിൽ വെച്ച് നടക്കുകയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. അതായത് ഈ 90 ദിവസത്തേക്കുള്ള ഒരു താരിഫ് പോസ് ഇറക്കുമതി പകരച്ചുങ്കമാണ് താൽക്കാലികം മരവിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 9 അത് തീരും. അപ്പോൾ അതിന് മുമ്പേ ഒരു ഇൻ്ററിം ട്രേഡ് എഗ്രിമെൻറ്റ് ഇന്ത്യയും US തമ്മിൽ എത്താനാണ് രണ്ട് കൂട്ടരും ശ്രമിക്കുന്നത്. അപ്പം അതൊരു വിൻ സിറ്റുവേഷൻ ആയിരിക്കും ഇന്ത്യക്ക് USനെ സംബന്ധിച്ചൊരു, അതായത് 90 ദിവസത്തെ ആ ഒരു താരിഫ് പോസ്റ്റ് തീരുന്നതിന് മുന്നേ ഇന്ത്യയും US തമ്മിലൊരു ഇൻ്ററിം ട്രേഡ് എഗ്രിമെൻറ്റ് വരികയാണെങ്കിൽ അത് രണ്ടുപേർക്കും ഒരു വിൻ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്, രണ്ടുപേർക്കും പോസിറ്റീവായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ നിയർ ടൈമിലേക്കുള്ള മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു കീ ട്രിഗറായിട്ട് മാറുന്ന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയും പ്രതീക്ഷയോടെ മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റിനെ ഇത്രയധികം ഉയർത്തിവിടാനും സഹായിച്ചൊരു ഘടകമാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഏത് പോസിറ്റീവ് കമൻറ്റും ശ്രദ്ധയോടെ നമ്മൾ ഇരിക്കണം. അപ്പം ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏപ്രിൽ 23 വാഷിങ്ടണിൽ തുടങ്ങുന്ന ചർച്ചകൾ വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിൽ വരുന്ന ഔട്ട്കം എല്ലാം വിപണിയെ സ്വാധീനിക്കുന്നതാണ്. വിപണി ശുഭകരമായ വാർത്തകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട മറ്റു ഘടകമുണ്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹത്തിന് കുടുംബസഹിതം ഇന്ത്യയിൽ ഏപ്രിൽ 21 മുതൽ 24 വരെ ചർച്ചകൾ വരുന്നുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള മീൻസ് നയതന്ത്ര തലത്തിലുള്ളതും ട്രേഡ് വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകളും ഒക്കെ വേണ്ടി ഡിഫൻസ് ടെക് കോർപ്പറേറ്റ്, അതായത് സാങ്കേതിക തലത്തിലും പ്രതിരോധ മേഖലയിലും
പ്രകാരമുള്ള ഇന്ത്യയും US തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ചർച്ചകൾ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ 21 മുതൽ 24 വരെയാണ് JD വാൻസ് ഇന്ത്യയിൽ എത്തുന്നത്. അതേസമയം തന്നെയാണ് പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യ സന്ദർശനം നടത്തുന്നത്. അത് 22-23-നുമാണ്. അപ്പോൾ 21 മുതൽ 24 വരെ JD വാൻസ് ഇവിടെ ഉണ്ട്. 22-23-നും ഇതിനിടയിൽ നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 21-ാം തീയതി ആയിരിക്കും, അതായത് തിങ്കളാഴ്ച തന്നെ ആയിരിക്കാം JD വാൻസും മോദിയും തമ്മിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അന്നത്തെ വരുന്ന വാർത്തകളും അതിന് കമൻസും ഇവർ രണ്ടൊരു ഒരു പ്രസ് മീറ്റിൽ അല്ലെങ്കിൽ ബ്രീഫൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് സംബന്ധിച്ച് സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ഈ JD വാൻസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചതാണ്. ഇനി നോക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്ത ആഴ്ചത്തെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. പ്രീ റിസൾട്ട് മൂവ്സൊക്കെ വേണം വിപണിയെ സ്വാധീനിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ നീക്കങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ. കാര്യം റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് എന്തായാലും വരുന്നതിൻ്റെ അടുത്ത ആഴ്ചയെ വരികയുള്ളൂ. എന്തായാലും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് നോക്കണം. ഇനി ഇതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ന് മികച്ച റിസൾട്ടുകളുമായി ICICI ബാങ്ക്, HDFC രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇനി വരുന്ന ആഴ്ചയിൽ അവർ ആ സ്റ്റോക്കുകൾ, ഇത് 2 ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളാണ്. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബാങ്ക് നിഫ്റ്റിയിലും പ്രത്യേകിച്ച് അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ 2 സ്റ്റോക്കുകളും നമ്മൾ വാച്ച് ചെയ്യുന്ന ICICI ബാങ്ക്, HDFC ബാങ്ക് ആയാലും നല്ലത് തന്നെയാണ്. ഇപ്പോൾ 2 റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കേസിൽ, അറ്റാദായത്തിൻ്റെ കേസിൽ വിപണി പ്രതീക്ഷിക്കുന്ന മുകളിൽ തന്നെയാണ് രണ്ടുപേരും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ICICI ബാങ്ക് എല്ലാ രീതിയിലും മികച്ച പെർഫോമൻസ് കാണിച്ചു വെച്ചപ്പോൾ HDFC ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് സീക്വൻഷ്യലി ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു ഗ്രോസ് NPA-ലൊക്കെ ഒരു ബെറ്റർമെൻറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടാക്കടം കുറച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ മാർച്ചുമായിട്ട് ഈ മാർച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ HDFCയുടെ ബാങ്കിൻ്റെ ഒരു ഗ്രോസ് NPA റേഷ്യോ കൂടിയിട്ടുണ്ട്. ഒരു സ്ലൈറ്റ് നെഗറ്റീവാണ്. പക്ഷേ എന്നിരുന്നാലും മൊത്തം HDFC ബാങ്കിൻ്റെ റിസൾട്ട് നോക്കിയാലും വിപണി പ്രതീക്ഷയുടെ മുകളിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ICICI ബാങ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ICICI ബാങ്കാണ് ബെറ്റർ റിസൾട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ICICI ബാങ്ക് നല്ല റിസൾട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലെ ഈ 2 ICICI ബാങ്ക്, HDFC ബാങ്കിൽ ചേരുമ്പോൾ തന്നെ പകുതിയിലധികം വരുന്ന വെയിറ്റേജ് വരും. അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ചെലുത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി വരുന്ന ആഴ്ചയിൽ ഓൾ ടൈം ഹൈ വീണ്ടും ബ്രേക്ക്, പുതിയൊരു ഉയരങ്ങളിലേക്ക് പോകുമെന്നുള്ള ചോദ്യം വളരെയധികം ഉയർന്നു കേൾക്കുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് റെക്കോർഡ് ഹൈയിൽ നിന്നും ഒരു കൈയകലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 54,290-ലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 52 വീക്ക് ഹൈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയിട്ടുള്ള 54,467-ലാണ്. അതൊരു സെക്ടറൽ സ്ട്രെങ്തിൻ്റെ ഒരു ക്ലിയർ സൈൻ തന്നെയാണ്. ഇപ്പോൾ ടെക്നിക്കലി നോക്കിയാലും ബാങ്ക് നിഫ്റ്റി നിയർട്ട് ഒരു ഓൾ ടൈം ഹൈയുടെ നിയറായിട്ട് തന്നെ വ്യാപാരം ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിങ് ആവറേജുകളും മുകളിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത്. മൊമെൻ്റ് ഇൻഡിക്കേറ്റേഴ്സും പ്രധാനപ്പെട്ട മൊമെൻ്റ് ഇൻഡിക്കേറ്റേഴ്സും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിറ്റീവ് ലക്ഷണം കാണിക്കുന്നു. ഇതെല്ലാം ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുതിപ്പ് തുടരുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് 2 ഭാഗത്തു നിന്ന് വെച്ച റിസൾട്ടുകൾ വന്നിട്ടുള്ളതിനാൽ. ഇത് കഴിഞ്ഞിട്ട് അപ്പം ഇന്ത്യ US ഇടക്കാല വ്യാപാരക്കാരനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, JD വാൻസിൻ്റെ സന്ദർശനം, റിലയൻസ് റിസൾട്ട് വരാണ്ട്, ICICI ബാങ്ക്, HDFC ബാങ്ക് റിസൾട്ടിന് ശേഷമുള്ള നീക്കങ്ങൾ, ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ US മാർക്കറ്റിൻ്റെ പ്രകടനം നമ്മൾ നോക്കണം. US ചൈന താരിഫുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അടുത്തയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റി ഒരു ഷാർപ്പ് റാലി നമുക്ക് നടന്നിട്ടുള്ളത് കാണാം. ഇപ്പം 21,744 റീസൺ ലോ 21,744. അപ്പോൾ അതിൽ നിന്നും ഒരു 7 ട്രേഡിംഗ് സെഷൻസ് കൊണ്ട് 2,100 പോയിൻ്റ് നേട്ടമാണ് നിഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു അടുത്ത കാലത്ത് നോക്കുമ്പോൾ ഇത്ര ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു അപ്സിങ് നമ്മൾ കണ്ടിട്ടില്ല. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്സിങ് നമ്മൾ ഈ കഴിഞ്ഞ 7 വ്യാപാര ദിനങ്ങൾക്കിടയിൽ കണ്ടു. അപ്പോൾ ഇത്ര റിമാർക്കബിൾ ആയിട്ടുള്ള റാലി നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഷോർട്ട് ടൈം ലോങ് ടൈം മൂവിങ് ആവറേജുകൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. ഇത് ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഡെയിലി ചാർട്ടിലായാലും വീക്ക്ലി ചാർട്ടിലായാലും ഒരു അണ്ടർലൈൻ സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണിത്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 20-day 50-day മൂവിങ് ആവറേജ് സോണുകളൊക്കെ മറികടന്നിട്ടുണ്ട്. അതിൽ ആറിൽ പോസിറ്റീവ് തന്നെയാണ്. ഇനി വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഡെയിലി ഇൻട്രാഡേ ചാർട്ട് നോക്കിയാൽ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഫോർമേഷൻ നമുക്ക് കാണാം. ഇനി ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ RSI നോക്കുകയാണ്. ഡെയിലി RSI നോക്കിയാലും 60 നിലവാരം മറികടന്നിട്ടുണ്ട്. അത് വീണ്ടും
ഒരു റൈസിങ്ങിൻ്റെ ഒരു പാതയിൽ തന്നെയാണെന്ന് കാണാം. അതൊരു ഇൻക്രീസ്ഡ് ബൈങ് ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതിന് സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഷോർട്ട് ടൈം മാർക്കറ്റ് ടെക്സ്ചർ ഈസ് ബുള്ളിഷ്, അതായത് ഷോർട്ട് ടൈം മാർക്കറ്റ് ഒരു സെൻറ്റിമെൻറ്റ്സ് ബുള്ളിഷ് തന്നെയാണെന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 7 ദിവസങ്ങൾക്കിടെ 2100 പോയിൻ്റ് ഒരു കുതിപ്പുണ്ടായിട്ടുള്ളതിനാൽ ഒരു ടെമ്പററി ഓവർബോട്ട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഏറ്റവും ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരുപാട് ഇവൻറ്റുകൾ മുന്നിലുള്ളതിനാൽ നമുക്ക് പ്രധാനപ്പെട്ട ലെവലുകളിലൂടെ നോക്കാം. അപ്പോൾ അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,500, 23,350, 23,500, 23,350 ഒരു കീ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് മുന്നിലുള്ളത് 24,000, 24,200 അപ്പോൾ ഇതിൽ നമ്മളൊരു ഷോർട്ട് ടൈം വീട്ടിലുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 23,500 നിലവാരം ഹോൾഡ് ചെയ്യുന്നിടത്തോളം മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരു ബൈങ് ഓൺ ഡിപ്സ് ഈ നിലവാരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു ബൈ എന്നുള്ള രീതിയിൽ എടുക്കുന്ന രീതി സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുന്നതിൽ പരിഗണിക്കാവുന്നതാണ്. ഇനി മറിച്ച് 23,350 താഴെ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലാർജ്ലി നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോൾ സെൻറ്റിമെൻറ്റ്സ് മാറി തന്നെ കരുതേണ്ടി വരും. അല്ലെങ്കിൽ ലോങ് പൊസിഷൻസ് ഉള്ളവർ അത് എക്സിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്ന് പറയാം. ഇനി തിങ്കളാഴ്ച കാര്യം നോക്കുകയാണെങ്കിൽ 23,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ 24,050 നിലവാരങ്ങളിലേക്ക് മുന്നേറാം. അവിടെയാണ് 200 DMA ഉള്ളത്. അപ്പം ആ ഒരു നിലവാരവും മറികടക്കാൻ നിഫ്റ്റിക്ക് കഴിയുന്നുണ്ടെങ്കിൽ 24,200ലേക്കും അതിനുശേഷം 24,500കളിലേക്കൊക്കെ പോകാം. അപ്പോൾ എന്തായാലും 23,900 തിങ്കളാഴ്ചയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. വരുന്ന ആഴ്ചയിലെ സംഭവപരമാണ് വിപണിയും ശുഭകരമായ നീക്കങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് എന്നുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസയോടെ നിർത്തുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.